എലങ്കമൽ ദർസ് വിദ്യാർത്ഥികളുടെ ഗവേഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഭൂമിയിലെ വൈവിധ്യങ്ങളെക്കുറിച്ച് അറിവുകൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. സ്വാഗതം. എൻ്റെ പേര് മാസി. ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം അഗ്നിപർവ്വതത്തെക്കുറിച്ചാണ്. ഭൂമിയുടെ ആന്തരിക ഘടനയെക്കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഭൂമിക്ക് പ്രധാനമായും 3 പാളികളാണ്. 1 ഭൂവൽക്കം, 2 മാന്റിൽ, 3 ക്യാമ്പ് എന്നിവയാണ്. മാന്റിലാണ് മഗ്മ കാണപ്പെടുന്നത്. ഈ മഗ്മ പുറത്തള്ളുന്ന ഭൂമിയുടെ ഉപരിതലത്തിലെ ഓപ്പണിംഗ് അഗ്നിപർവ്വതം അല്ലെങ്കിൽ വോൾക്കാനോ സ്വയമുണ്ടാക്കുന്ന പ്രത്യേകതരം പർവ്വതങ്ങളാണ്. ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് രണ്ടാമത്തെ പാളിയായ മാന്റിലാണ് മഗ്മ കാണുന്നത്. ഉരുകിയ ശിലകളാണ് മഗ്മകൾ. ഉരുകിയ ശിലകളും വാതകങ്ങളും നീരാവിയും ചേർന്നാണ് ഇവ രൂപപ്പെടുന്നത്. ഈ മാഗ്മ ഭൂവൽക്കത്തിന്റെ വിള്ളലുകളിലൂടെ പുറത്തു വരുന്നു. അങ്ങനെ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ പുറത്തുവരുന്ന മാഗ്മയാണ് ലാവ. അതായത് മാഗ്മയും ലാവയും ഒരേ പദാർത്ഥങ്ങളാണ്. ഭൂമിയുടെ ഉള്ളിലായിരിക്കുമ്പോൾ മഗ്മ എന്നും പുറത്തു വന്നു കഴിഞ്ഞാൽ ലാവ എന്നുമാണ് ഇത് അറിയപ്പെടുന്നത്. മാഗ്മയുടെ ഏകദേശം താപനില 1500 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ. അഗ്നിപർവ്വത